ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അതേ ഒരു അടിപൊളി കോട്ടൺ ഫാബ് എന്ന ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ട് നമ്മുടെ കൊച്ചിയിൽ കലൂർ സ്റ്റേഡിയത്തിൽ കേട്ടോ. അത് കണ്ടല്ലോ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അടിപൊളി മെറ്റീരിയൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തുറന്നിട്ട് ഇതിനകത്ത് പോകുമ്പോൾ തന്നെ കുറേ നമ്മൾ ഈ പറഞ്ഞ ഭരണി പാത്രങ്ങൾ, അങ്ങനത്തെ ഫാൻസി ഐറ്റംസുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഷോ കേസ് ആയിട്ട് അങ്ങനെയൊക്കെ വെക്കില്ല, അതൊക്കെ ഉണ്ട്. പിന്നെ കുറേ അതിൻ്റെയൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡൊന്നും ഞാൻ പോയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്ന് വന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ശേഷം കത്തി ഇത് പിന്നെ അതേ അയൺ ചീൻചട്ടികൾ, അപ്പം അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. പിന്നെ വളകൾ കുറേ ഇരിപ്പുണ്ട്. ചെരുപ്പുകളുടെ ഒരു സെക്ഷൻ തന്നെ അവിടെയുണ്ട്. അതിലൊന്നും ഞാൻ കയറിയില്ല. എനിക്കതൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് പണിയുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. മെറ്റീരിയലാണ് എൻ്റെ നോട്ടം. ഞാൻ എപ്പോഴും കുർത്തി മെറ്റീരിയൽസും നോക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. ഇതെല്ലാം വളകളാണ്, അടിപൊളി വളകളാണ് കേട്ടോ. പിന്നെ ശേഷം ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ അച്ചാറുകൾ കുറേ കണ്ടു. ഇത് കണ്ടോ, ആന്ധ്ര അച്ചാർ കുറേ ഉണ്ട്. എനിക്ക് പറയാനൊന്നും അറിയില്ല. കുറേ അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ. ചില്ലി അച്ചാർ, മുളകിൻ്റെ അച്ചാറൊക്കെ ഉണ്ട്. പിന്നെ ഹലുവ, എൻ്റെ അമ്മോ, അത് ഞാൻ ചക്ക അലുവ ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ചക്ക അലുവ കഴിക്കുന്നത്. അവരൊന്ന് എനിക്ക് തന്നു, അത് ഞാൻ ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. അലുവയ്ക്ക് പല തരത്തിലുണ്ട്. ഗോതമ്പ് അലുവയുണ്ട്, കാന്താരി മുളകിൻ്റെ അലുവ വരെ ഉണ്ടെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കിയില്ല ഞാൻ കേട്ടോ. പിന്നെ ശേഷം ഡോർമാറ്റുകളുണ്ട്, പിന്നെ കാർപ്പറ്റുകളുണ്ട്. ഇത് കൊച്ചിയിൽ നമ്മളുടെ കല്ലൂർ സ്റ്റേഡിയത്തിലാണ് വന്നിരിക്കുന്നത്. ജൂലൈ 22 വരെ ഉണ്ട് കേട്ടോ. വേണ്ടവർ പോയി നോക്കിക്കോളൂ. മെറ്റീരിയൽസിൻ്റെ സൂപ്പർ കളക്ഷൻസ് ഉണ്ട്. സാരി, കുർത്തി മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് കുർത്തി മെറ്റീരിയൽസ്, സാരീസും ഒരുപാടുണ്ട്. പിന്നെ മുണ്ടുകളെല്ലാം ഒഴിപ്പുണ്ടേ. ഇത് കണ്ടത് സാരീസാണ്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാശൊക്കെ കൈവച്ച് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ വാങ്ങിച്ചിട്ട് വരും. അത് കണ്ടോ, നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. കണ്ടോ, കുറേ സാരീസ് ഇതിലുണ്ട്. ഇതൊക്കെ കുർത്തീസാണ് കേട്ടോ. ഇതെല്ലാം കുർത്തി മെറ്റീരിയലാണ്. നമുക്കിത് പാൻറ്റായിട്ട് യൂസ് ചെയ്യാം, കുർത്തീസായിട്ട് ഉപയോഗിക്കാം. അത് പ്ലെയിന്, അതുപോലെ തന്നെ അപ്പുറത്തുള്ളതൊക്കെ പ്രിൻറ്റഡൊക്കെയാണ്. അതിൽ കൂടുതൽ സ്റ്റോളിൽ ഈ കുർത്തീസൊക്കെ നിൽക്കുന്നത് നോർത്ത് ഇന്ത്യൻസാണ് ഞാൻ കണ്ടത് കേട്ടോ. ഫുൾ സെയിൽസിലൊക്കെ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ അടിപൊളി മെറ്റീരിയൽസ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആ ഒരു കാണിച്ചതിനൊക്കെ 200 രൂപയാണ് പറഞ്ഞത്, എൻ്റെ ഓർമ്മ കേട്ടോ. 200 രൂപ പറഞ്ഞത് എൻ്റെ ഒരു ഓർമ്മയെ, 1 മീറ്ററിന് കേട്ടോ. പിന്നെ ഇതൊക്കെ കുർത്തി മെറ്റീരിയൽസ് അങ്ങനെ പോയി ഇത് ഞാൻ സാരി വെച്ച് ചോദിച്ചപ്പോൾ കുർത്തി മെറ്റീരിയൽസാണ്. ഇക്കത്തിൻ്റെയാണ്. ഇക്കത്ത് പോലെയുണ്ട് സംഭവം. ഇക്കത്താണോ എന്ന് എനിക്കറിയില്ല. ഇക്കത്ത് പോലെ തോന്നി സംഭവം. പക്ഷെ നല്ല നല്ല പ്രിൻറ്റുകളുണ്ട് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ് ഇതൊക്കെ കേട്ടോ. ഇതെല്ലാം കുർത്തി മെറ്റീരിയൽസാണ്. അപ്പോൾ അത് നോക്കിക്കത് കണ്ടോ, സാരി ഉണ്ട്. എൻ്റെ പുറകിലിരിക്കുന്ന സാരീസ് കണ്ടോ. ഡമ്മിയിൽ കുറേ കുർത്തീസുകളുണ്ട്. പിന്നെ സാരീസ് വീണ്ടും ഉണ്ട്. പിന്നെ റെഡിമെയ്ഡ് കുർത്തീസിനൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇപ്പോൾ റെഡിമെയ്ഡ് കുർത്തീസ് ഞാൻ എടുക്കില്ല. മെറ്റീരിയൽസ് എടുക്കും. ഓൺലൈനിൽ മീഷോന്നും ആമസോണിൽ നിന്നൊക്കെ പോയിട്ട് റെഡിമെയ്ഡ് കുർത്തി വാങ്ങിക്കും. കടകളിൽ പോയിട്ട് റെഡിമെയ്ഡ് കുർത്തി ഞാൻ അപൂർവമായിട്ട് എടുക്കാറേ ഇല്ല. ഞാൻ മെറ്റീരിയൽസ് എടുത്തിട്ട് തയ്ക്കണ പരിപാടിയാണ് എനിക്കുള്ളത്. പിന്നെ നോക്കിക്കത് കണ്ടല്ലോ, അടിപൊളി. വീണ്ടും നല്ല കുർത്തി മെറ്റീരിയൽസ്. ഇതും കുർത്തി മെറ്റീരിയൽസ് ആട്ടോ സംഭവം. ഇതൊക്കെ എനിക്ക് വില ഓർമ്മയില്ല കേട്ടോ. കാരണം അത് കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഓർമ്മയില്ല. പക്ഷേ ഇതൊക്കെ നല്ല നല്ല പ്രിൻറ്റുകളാണ്. ഇത് കണ്ടല്ലോ, അടിപൊളി. ഇതൊക്കെ കുർത്തി മെറ്റീരിയൽസ് ആണ്. നമുക്കൊരു കട്ട് ചെയ്ത് തരും സംഭവം. ഇത് നോക്കിക്കതേ. അടുത്തത് ഇതിങ്ങനെ കുറേ ഉണ്ട്, ഇരിപ്പുണ്ട്. ഇതെല്ലാം കോട്ടൺ ടൈപ്പ് തന്നെയാണ് ഉള്ളത് കേട്ടോ. ജൂലൈ 22 വരെ ഉണ്ട്. പോകുന്നവർക്കൊക്കെ പോയി ഒന്ന് നോക്കിക്കോളൂ. കാരണം നമുക്ക് തയ്ക്കുന്നവരും ഒക്കെ ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിനോട് കൂടുതൽ കമ്പുള്ളവർക്കൊക്കെ പോയി മെറ്റീരിയൽസ് എടുത്ത് പുറത്ത് തയ്ക്കാൻ കൊടുക്കാം. പിന്നെ ഇതും അതുപോലെ തന്നെ കുർത്തി സെറ്റ്. ഇത് സൂപ്പറായിട്ട് കുർത്തി മെറ്റീരിയൽസ് വീണ്ടും അടിപൊളി. ഞാൻ ഒരുപാടുണ്ട്. ഞാനിത് ഫുള്ളായിട്ട് എടുത്തിട്ടുമില്ല കേട്ടോ. കാരണം എനിക്ക് പെട്ടെന്ന് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ എടുത്ത് കവർ ചെയ്തിട്ടുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചങ്ങോട്ട് കാണിച്ചാണ്. പിന്നെ വള, മാല, കമ്മലുകളൊക്കെ കമ്മലുകൾ കുറേ ഉണ്ട്. അപ്പം ഞാൻ മാളൂട്ടിയൊക്കെ വാങ്ങിക്കാമെന്ന് ഓർത്തു. പക്ഷേ എല്ലാം വലിയ വലിയ കമ്മലുകളാണ്. അപ്പോൾ പിന്നെ എടുത്തില്ല. പിന്നെ പാൻറ്റ്, സിഗരറ്റ് പാൻറ്റ്, വെലസോ പാൻറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുത്താമ്പുള്ളിയുടെ ഇതൊരു മലയാളി ഇത് കണ്ടു കേട്ടോ. ഹോൾസെയിൽ തോർത്ത് അങ്ങനെ പിന്നെ ഇത് വീണ്ടും ബാഗുകളൊക്കെ ഉണ്ട്. ബാഗുകൾ സംഭവങ്ങൾ. പിന്നെ വീണ്ടും കുർത്തി മെറ്റീരിയൽസേക്ക് വന്നിരിക്കുന്നതാണ്. അതേ കണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ്. ഡോർമാറ്റുകൾ. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ കൊച്ചിയിലുള്ളവർക്കൊന്ന് വന്ന് വിസിറ്റ് ചെയ്ത് പോകും കേട്ടോ. സ്റ്റേഡിയം സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങിയിട്ട് നേരെ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി.
അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അവിടെ തന്നെ കോട്ടൺ ഫാബ് വന്നിട്ടുണ്ട്. ജൂലൈ 22 വരെ ഉണ്ട് കേട്ടോ. വേണ്ടവരൊക്കെ ഒന്ന് കണ്ടു പോവും, വാങ്ങിച്ചിട്ട് പോവുക. പിന്നെ നല്ല ഹലുവ, പിന്നെ ചിപ്സ്, അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം ഉണ്ട്. ചെരുപ്പുകൾ, പിന്നെ ചെടികളുണ്ട്. ഒരു സൈഡ് ചെടിച്ചട്ടികളെല്ലാം ഉണ്ട്. പിന്നെ നമ്മളിവിടെ അങ്ങനെ വെക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ സൈഡ് പോയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരാം.